അരി അരയ്ക്കാതെ അരി കുതിർക്കാതെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താൽ അരി ചേർക്കണേ ഇല്ല കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് 1 കിലോൻ്റെ പാക്കറ്റിൽ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കി വയ്ക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്. 1 കപ്പ് റവയുടെ കണക്കിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് 1 കപ്പ് പശുവും പാൽ ഒഴിക്കേണ്ടത്. തിളപ്പിക്കാത്ത പാലാണ്, തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. അതിൻ്റെ ഇടയിൽ ശർക്കര പാനി ഒന്ന് ഇളക്കി കൊടുക്കണേ, പെട്ടെന്ന് അത് കട്ടായി പോകും. വെള്ളം അധികം ചേർത്തിട്ടില്ലല്ലോ. ഇനി നമുക്ക് കുതിർന്ന് വന്നിട്ടുള്ള റവ നമ്മുടെ മിക്സി ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് 1/2 കപ്പ് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അരിച്ചൊഴിക്കണം. പിന്നെ ഒരു നേന്ത്രപ്പഴം, ഇതിൽ നേന്ത്രപ്പഴമായിട്ടോ നമ്മൾ ചേർക്കുക. അത് ചെറിയ കഷ്ണമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. പിന്നെ 2-3 ഏലക്കായുടെ കുരുക്കൾ, ഇതെല്ലാം കൂടി നല്ലപോലെ നരച്ചെടുക്കണേ. സംഭവം നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്കൊരു നുള്ളുപ്പും കൂടി ഇടാം. 1/4 കപ്പിനടുത്തായിട്ടുള്ള നാളികേരക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തെടുക്കണേ. നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ കറുത്തള്ളും കൂടി ചേർത്തിട്ട് അത് നമ്മുടെ മാവിലേക്ക് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടെങ്കിൽ 3/4 ഭാഗം ഒഴിച്ചാൽ മതി അപ്പച്ചട്ടിയിൽ. എന്നിട്ട് നമുക്ക് കുറേശ്ശെ മാവായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം സെറ്റാക്കി എടുക്കാം. അജൂസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അതാ ഞാൻ ഈ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നതും കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടുന്നതും. എന്തായാലും നമ്മൾ അരി അരച്ചിട്ട് അല്ലെങ്കിൽ അരി കുതിർത്തിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഈ ഉണ്ണിയപ്പത്തിന് നല്ല സ്വാദുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.